സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ജെ.സി. ഡാനിയൽ പുരസ്കാരം 2024 നടി ശാരദയ്ക്ക്. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് ജെ.സി. ഡാനിയൽ പുരസ്കാരം. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരത്തിന് നടി ശാരദയെ തെരഞ്ഞെടുത്തതായി അറിയിച്ചത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ജെ.സി. ഡാനിയൽ അവാർഡ്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സമർപ്പണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുരസ്കാരം സമ്മാനിക്കും. 2026 ജനുവരി 25 തിരുവനന്തപുരം നിശാഗന്ധിയിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. IT വിജ്ഞാനാധിഷ്ഠിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വന്തം വീടിനടുത്ത് ലോകോത്തര നിലവാരത്തിലുള്ള തൊഴിലിടങ്ങൾ ഒരുക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ കമ്മ്യൂൺ വർക്ക് നിയർ ഹോം പദ്ധതിക്ക് തുടക്കമാകുന്നു. പദ്ധതിയുടെ ഭാഗമായുള്ള കേരളത്തിലെ ആദ്യ പൈലറ്റ് കേന്ദ്രം ജനുവരി 19 വൈകിട്ട് 4 കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ മസ്കറ്റ് ഹോട്ടലിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി കെ.എൻ. ബാലഗോപാൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ ജെ. ചിഞ്ചുറാണി, കെ.ബി. ഗണേഷ് കുമാർ എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും. തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ SFI നിർമ്മിച്ച രക്തസാക്ഷി സ്തൂപത്തിന്റെ അനാച്ഛാദനം തടഞ്ഞ് ഹൈക്കോടതി. അനധികൃത നിർമ്മാണം തടയണമെന്ന് ജില്ലാ കളക്ടർക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകി. നാളെ സ്തൂപം അനാച്ഛാദനം ചെയ്യാനിരിക്കെയാണ് ഹൈക്കോടതി ഇടപെടൽ. അതിനിടെ സ്തൂപത്തെ ചൊല്ലി ഇന്ന് ക്യാമ്പസിൽ SFI KSU പ്രവർത്തകർ തമ്മിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. സ്തൂപത്തിൽ KSU പ്രവർത്തകർ കറുത്ത പെയിന്റ് ഒഴിച്ചുവെന്ന് SFI ആരോപിച്ചു. എന്നാൽ അനധികൃത നിർമ്മാണം തടഞ്ഞതാണെന്നാണ് KSU വാദം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷന് പകരം അശ്വേഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. DA കുടിശ്ശികയടക്കം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒരു ആനുകൂല്യങ്ങളും സർക്കാർ തടഞ്ഞുവെക്കില്ല. ശമ്പള പരിഷ്കരണ ചർച്ചകൾ തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 2013 നടപ്പിലാക്കിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി അധികാരത്തിലെത്തിയാൽ ഉടൻ പിൻവലിക്കുമെന്ന് അന്നേ ഇടതുമുന്നണി വാഗ്ദാനം ചെയ്തതാണ്. എന്നാൽ 10 വർഷം ഭരിച്ചിട്ടും ഈ വാഗ്ദാനം നടപ്പായില്ല. പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുമ്പോഴും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായത്തിലേക്ക് മടങ്ങിപ്പോക്കില്ല. ജീവനക്കാർ ശമ്പളത്തിൽ നിന്ന് വിഹിതം അടയ്ക്കേണ്ട അശ്വേഡ് പെൻഷൻ പദ്ധതി നടപ്പാക്കുമെന്നാണ് പ്രഖ്യാപനം. എറണാകുളം ജില്ലയിലെ പോണക്കരയിൽ അച്ഛനും മകളും മരിച്ച നിലയിൽ കണ്ടെത്തി. അച്ഛനെയും മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. പവിശങ്കർ, 6 വയസ്സുകാരി വാസുകി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള ആത്മഹത്യ എന്നാണ് സൂചന. പാണാവള്ളി സ്വദേശിയാണ് മരിച്ച പവിശങ്കർ. കുട്ടിയുടെ അമ്മ വീട്ടിലില്ലായിരുന്നു എന്ന് ബന്ധു വ്യക്തമാക്കുന്നു. മകൾക്ക് വിഷം നൽകിയ ശേഷം അച്ഛൻ തൂങ്ങി മരിക്കുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ അതിജീവതയെ അധിക്ഷേപിച്ച കേസിൽ രഞ്ജിത പുളിക്കൽ അറസ്റ്റിൽ. പത്തനംതിട്ടയിലെ കോൺഗ്രസ് പ്രവർത്തകയാണ് രഞ്ജിത പുളിക്കൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിക്കാരിയെ അധിക്ഷേപിച്ച ഫേസ്ബുക്കിൽ ഇവർ പോസ്റ്റ് ഇട്ടിരുന്നു. പത്തനംതിട്ട സൈബർ പോലീസ് കോട്ടയത്തെത്തിയാണ് രഞ്ജിതയെ അറസ്റ്റ് ചെയ്തത്. കോട്ടയത്തെ ഒരു ബന്ധുവീട്ടിലായിരുന്നു ഇവർ. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി 2 കേസുകളാണ് പത്തനംതിട്ട സൈബർ പോലീസ് രഞ്ജിതയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ആദ്യ കേസ് വന്നപ്പോൾ തന്നെ രഞ്ജിത രാഹുലിനെ അനുകൂലിച്ചും പരാതിക്കാരിയെ അധിക്ഷേപിച്ചും രംഗത്തെത്തിയിരുന്നു. കോഴിക്കോട് ബീച്ചിൽ കഞ്ചാവ് ഉണക്കാനിട്ട ശേഷം സമീപത്ത് കിടന്നുറങ്ങിയ യുവാവ് പോലീസിന്റെ പിടിയിലായി. വെള്ളയിൽ സ്വദേശി മുഹമ്മദ് റാഫിയാണ് വെള്ളയിൽ പോലീസിന്റെ പിടിയിലായത്. ഇന്ന് പുലർച്ചെ കോഴിക്കോട് ബീച്ചിലായിരുന്നു ആരെയും ചിരിപ്പിക്കുന്ന സംഭവം നടന്നത്. ബീച്ചിലെ മണൽപ്പരിപ്പിൽ പേപ്പർ വിരിച്ച് അതിൽ കഞ്ചാവിലകൾ ഉണക്കാനായി നിരത്തിയിട്ട ശേഷം തൊട്ടടുത്ത് തന്നെ പായ വിരിച്ച് കിടന്നുറങ്ങുകയായിരുന്നു റാഫി. പ്രഭാത സവാരിക്കായി ബീച്ചിലെത്തിയവർ രാവിലെ ഈ കാഴ്ച കണ്ട് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. വയനാട് CPM-ൽ വൻ പൊട്ടിത്തെറി. വയനാട്ടിലെ മുതിർന്ന നേതാവ് A.V. ജയൻ CPM വിട്ടു. CPM-ൽ തുടർന്നു പോകാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് A.V. ജയൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജില്ലാ സമ്മേളനം മുതൽ ഒരു വിഭാഗം തന്നെ വേട്ടയാടുന്നു. ശശീന്ദ്രൻ, റഫീഖ് പക്ഷത്തിനെതിരായ വിമർശനം വേട്ടയാടലിന് വഴിവെച്ചെന്നും ജയൻ പറയുന്നു. 35 കൊല്ലം പാർട്ടിക്ക് വേണ്ടി പൂർണ്ണമായും സമർപ്പിച്ചു. പാർട്ടിയിൽ ഭീഷണിയുടെ സ്വരത്തിൽ തീരുമാനമെടുക്കുന്നു. തന്നെ വേട്ടയാടാൻ ചിലർ കോൺഗ്രസ് നേതാക്കൾക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയെന്നും ജയൻ വിമർശിക്കുന്നു. ആസൂത്രിതമായ അട്ടിമറികൾ CPM-ന് ഗുണം ചെയ്യില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആടാട്ട് തിരിച്ചുപിടിച്ച അനിൽ അക്കരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരിനിറങ്ങിയേക്കുമെന്ന് സൂചന. 5 വർഷം മുമ്പ് വടക്കാഞ്ചേരിയിൽ പരാജയപ്പെട്ട് ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് തീരുമാനിച്ച അനിൽ അക്കരെ തിരിച്ചുവരവിനുള്ള ഒരുക്കത്തിലാണ്. ആടാട്ട് തിരിച്ചുപിടിച്ച പഞ്ചായത്ത് പ്രസിഡന്റായ അക്കര
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരിനിറങ്ങുമെന്നാണ് സൂചനകൾ. 2016 തൃശൂർ കോൺഗ്രസിലെ അവസാന വാക്കായ CN ബാലകൃഷ്ണന്റെ എതിർപ്പ് മറികടന്നാണ് ഉശിരൻ നേതാവായ അനിലക്കരയെ കോൺഗ്രസ് വടക്കാഞ്ചേരിയിൽ ഇറക്കിയത്. ആടാട്ട് പഞ്ചായത്തിന്റെ സാരഥിയായി നിരവധി പുരസ്കാരങ്ങൾ നേടിയ ജില്ലാ പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ തിളങ്ങിയ അക്കര 43 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് മണ്ഡലം പിടിച്ചെടുത്തത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കേരള യാത്രയിൽ പങ്കെടുത്തതിന്റെ നടപടി. സംസ്ഥ EK സുന്നി നേതാവിനെതിരെയാണ് നടപടി. കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് അബു ഷമ്മാസ് മൗലവിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. EK സമസ്ത കോട്ടയം ജില്ലാ കമ്മിറ്റിയാണ് നടപടിയെടുത്തത്. കേരള മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച കേരള യാത്ര വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് സമാപിക്കും. വെള്ളിയാഴ്ച വൈകുന്നേരം 4-ന് പാളയത്ത് നിന്ന് ആരംഭിക്കുന്ന റാലിയും സെന്റിനറി ഗാർഡ് പരേഡും പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിക്കും.